ദെൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. വെൽക്കം ടു സെറ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോളിഡ് സ്റ്റേറ്റ് ആണ്. ഫിസിക്കൽ കെമിസ്ട്രിയുടെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ടുള്ള സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ജനറൽ ആയിട്ട് ചോദിച്ചു കാണുന്ന സെഷൻ എന്ന് പറയുന്നത് നമുക്ക് മെയിൻലി 3 പാർട്ടായിട്ടാണ് സോളിഡ് സ്റ്റേറ്റിന് ക്വസ്റ്റ്യൻസ് കാണാറുള്ളത്. അതിൽ ഫസ്റ്റ് പാർട്ടാണ് നമ്മുടെ ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ക്രിസ്റ്റൽ സ്ട്രക്ചറിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻസ് ആണ് നമ്മുടെ ലാറ്റിസ്, അതേപോലെ ബേസിസ്, യൂണിറ്റ് സെൽ, ബ്രവൈസ് ലാറ്റിസ്, പാക്കിംഗ് ഫ്രാക്ഷൻ, ക്രിസ്റ്റൽ സിസ്റ്റം. പിന്നെ CSIR നെറ്റ് ലെവലിൽ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു പാർട്ടാണ് നമ്മുടെ മില്ലർ ഇൻഡിസസ് എന്ന് പറയുന്നത്. അപ്പോൾ മില്ലർ ഇൻഡിസസ് ഇതൊക്കെ നമുക്ക് ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു പാർട്ടിൽ നിന്നാണ് വരുന്നത്. ദെൻ നമ്മുടെ സെക്കൻഡ് പാർട്ട് വരുന്നത് ബ്രാഗ്സ് ലോയും അതിന്റെ ആപ്ലിക്കേഷനുമാണ്. നമുക്കറിയാം ബ്രാഗ്സ് ലോ 2 ലാംഡ ഇസ് ഈക്വൽ ടു ND സൈൻ തീറ്റ. ആ ഒരു ഇക്വേഷൻ വരുന്ന ബ്രാഗ്സ് ലോയും അതിന്റെ ആപ്ലിക്കേഷനും ആണ് നമ്മുടെ ഒരു നെക്സ്റ്റ് പാർട്ടായിട്ട് വരുന്നത്. ആൻഡ് ഫൈനലി നമ്മൾ സോളിഡ് സ്റ്റേറ്റിനകത്ത് ബാൻഡ് സ്ട്രക്ചർ, ബാൻഡ് തിയറി, അതുപോലെ സെമി കണ്ടക്ടേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സോളിഡ് സ്റ്റേറ്റിനകത്ത് പഠിക്കുന്നത്. സോ ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ് മില്ലർ ഇൻഡിസസ്, അതുപോലെ ബ്രവൈസ് ലാറ്റിസ്, ലാറ്റിസ് പ്ലെയിൻസ്, അതുപോലെ ബ്രാഗ്സ് ലോ, ഇതൊക്കെ. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട സെഷൻസ് CSIR നെറ്റ് ലെവലിൽ പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. അല്ലാത്ത ഏരിയാസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കൺസെപ്ച്വൽ ആയിട്ടുള്ള ഏരിയ ഉണ്ടാവും. നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ചില സമയത്ത് ക്വസ്റ്റ്യൻ സിമ്പിൾ ആവുകയാണെങ്കിൽ നമുക്ക് കൺസെപ്റ്റ് പാർട്ടിൽ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരിക. നമ്മളിപ്പോ ഒരു IIT JAM ലെവലിലേക്കൊക്കെയാണ് നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ് നമ്മുടെ 14 ബ്രവൈസ് ലാറ്റിസും അതുപോലെ 7 ക്രിസ്റ്റൽ സിസ്റ്റം ഒക്കെ. പക്ഷെ ഒരു CSIR നെറ്റ് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻ ജനറലി കാണാൻ പറ്റൂല. പക്ഷേ ഇൻ കേസ് അവർ ക്വസ്റ്റ്യൻ സിമ്പിൾ ആക്കുകയാണെങ്കിൽ, അവിടെ നിന്ന് ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ, ഈ 14 ബ്രവൈസ് ലാറ്റിസിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പഠിച്ചു വെച്ചിട്ടില്ലെങ്കിൽ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റില്ല. അതായത് ബൈ ഹാർട്ട് പഠിക്കേണ്ട ടൈപ്പ് ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ കിട്ടിയില്ലെങ്കിൽ നമുക്ക് മാത്രമേ അത് കിട്ടാത്തത് ഉണ്ടാവുള്ളൂ. ബാക്കി ജനറലി പഠിക്കുന്നവരൊക്കെ ബേസ് ആയതുകൊണ്ട് ഉറപ്പായിട്ടും പഠിക്കുന്ന സെഷനും ആയിരിക്കും. സോ നമുക്കൊന്നും കൺസെപ്റ്റൽ വൈസ് ആയിട്ടാണെങ്കിൽ പോലും ഒരു ക്വസ്റ്റ്യൻ്റെ പാർട്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ പഠിക്കുന്ന സമയത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സെഷൻ ആയിട്ടുള്ള ഈ മില്ലർ ഇൻഡിസസ്, ബ്രവൈസ് ലാറ്റിസ്, ലാറ്റിസ് പ്ലെയിൻസ്, പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ്, അവിടെയൊക്കെ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ബാക്കിയുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോകാം. ഇത്രയാണ് നമ്മുടെ ഈ ഒരു സോളിഡ് സ്റ്റേറ്റിന്റെ സിലബസും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മളൊരു നെറ്റ് എക്സാമിന്റെ ഒരു പേപ്പർ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മാർക്ക് ക്വസ്റ്റ്യൻ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 4 to 6 മാർക്കാണ് നമുക്ക് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് 1 to 2 ക്വസ്റ്റ്യൻസ്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും മിനിമം 1 ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടും സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടാവും. അത് 1 or 2 ക്വസ്റ്റ്യൻസ് ആവാം. 2 ക്വസ്റ്റ്യൻ വരുന്ന സമയത്താണെങ്കിൽ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യനും ഒരു 4 മാർക്ക് ക്വസ്റ്റ്യനും ആണ് ജനറലി കാണാറുള്ളത്. ഒരു ജനറൽ ട്രെൻഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യനും ഒരു 4 മാർക്ക് ക്വസ്റ്റ്യനും ഷുവർ ആണ്. സോ 4 to 6 മാർക്ക് നമുക്ക് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ്സിന്റെ ഇൻട്രൊഡക്ഷൻ അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാലും ജസ്റ്റ് പറയാം. എന്താണ്? വിച്ച് ഈസ് എ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ക്യാരക്ടറൈസ്ഡ് ബൈ സ്ട്രക്ചറൽ റിജിഡിറ്റി ആൻഡ് റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഇൻ ഷേപ്പ് ഓർ വോളിയം. അതായത് കൃത്യമായിട്ടുള്ള സ്ട്രക്ചറുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സസ് കൊണ്ട് മോളിക്യൂൾസ് ടൈറ്റ്ലി പാക്ക് ആയിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് സോളിഡ് എന്ന് പറയുന്നത്. ഇനി ഈ സോളിഡിനെ നമ്മൾ തെർമോഡൈനാമിക് പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴാണ് ഒരു സോളിഡ് ഫോം ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് സിഗ്നിഫിക്കന്റ്ലി ലോവർ ദാൻ ദാറ്റ് ഓഫ് അട്രാക്റ്റീവ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ്. അതായത് അട്രാക്റ്റീവ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് സ്ട്രോങ് ആയിരിക്കുന്ന സമയത്ത് കൈനറ്റിക് എനർജി വീക്ക് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? മോളിക്യൂൾസ് ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ സോളിഡ്സ് എന്ന്
പറയുന്നത്, ആ ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ. ഇതൊക്കെ ജസ്റ്റ് എന്താണ് സോളിഡ്സിന്റെ ഒരു ഡെഫിനിഷനും കാര്യങ്ങളുമാണ്. നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ലെവലിൽ ഇതൊന്നും ചോദിക്കാനൊന്നും പോകുന്നില്ല. എന്നാലും കൺസെപ്റ്റ് അറിയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. ഇനി അറ്റോമിക് അറേഞ്ച്മെന്റിന്റെ ബേസിൽ സോളിഡ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഈ ക്ലാസിഫിക്കേഷൻ നമുക്കൊരു കൺസെപ്റ്റ് ലെവൽ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അതായത് അറ്റോമിക് അറേഞ്ച്മെന്റിൽ നമുക്ക് സോളിഡ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അമോർഫസ് സോളിഡ്സും. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും. എന്നാലും ഇത് കൃത്യമായിട്ട് എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്, എന്താണ് അമോർഫസ് സോളിഡ്സ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം. ഫസ്റ്റ് പ്രോപ്പർട്ടി, ഇതിന്റെ അറേഞ്ച്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ലോങ് റേഞ്ച് ഓർഡറിലായിരിക്കും ഉണ്ടാവുക. അതായത് നമ്മളൊരു പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി സോളിഡിന്റെ, നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡിന്റെ ഒരു ലോങ്ങർ ഡിസ്റ്റൻസിലേക്ക് സെയിം ആയിട്ട് കണ്ടിന്യൂ ചെയ്യും. ആ ടൈപ്പ് പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയുന്നത്. ഇനി നേരെ മറിച്ച് അമോർഫസ് സോളിഡ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ലൈക്ക് ഒരു ടെമ്പറേച്ചർ ആണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഒരു മെൽറ്റിംഗ് പോയിന്റ് ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് തൊട്ട് കുറച്ച് പോയിന്റ് വരെ ഇതിന് ഒരു 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് വരുന്നതെങ്കിൽ ചിലപ്പോൾ ആ കുറച്ച് ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ട് വീണ്ടും വരുന്നത് 150 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അങ്ങനെ ചേഞ്ചസ് ഉണ്ടാവും ഗ്രാജുവലി. ഷോർട്ട് റേഞ്ചിലായിരിക്കും ഇത് സെയിം പ്രോപ്പർട്ടി കാണിക്കുള്ളൂ. ആ ടൈപ്പ് പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ഷോർട്ട് റേഞ്ച് ഓർഡർ എന്ന് പറയുന്നത്. അമോർഫസ് സോളിഡ് ആണ് ഷോർട്ട് റേഞ്ച് ഓർഡർ ജനറലി കാണിക്കുന്നത്. ഇനി മെൽറ്റിംഗ് പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഷാർപ്പാണ്, ഡെഫിനിറ്റ് ആണ്. നേരെ മറിച്ച് അമോർഫസ് ആണെങ്കിൽ അവിടെ ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിലാണ് നമ്മൾ എപ്പോഴും മെൽറ്റിംഗ് പോയിന്റ് പറയുന്നത്. ജോമെട്രി നോക്കുകയാണെങ്കിലും ക്രിസ്റ്റലൈൻ സോളിഡ്സിന് കൃത്യമായിട്ടുള്ള ഒരു ജോമെട്രിയും ഷേപ്പും ഉണ്ടാവും. അമോർഫസ് സോളിഡ്സിന് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ജോമെട്രി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അമോർഫസ് സോളിഡ്സിനെ സ്യൂഡോ സോളിഡ്സ് എന്നാണ് വിളിക്കുന്നത്. ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ നമ്മൾ ട്രൂ സോളിഡ്സ് എന്നും വിളിക്കും. ഇനി നമ്മൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണെങ്കിൽ അത് പീസ് ആവുന്ന സമയത്ത് സ്മൂത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള എഡ്ജസ് അല്ലെങ്കിൽ കട്ടിങ്സ് ആയിരിക്കും തരുന്നത്. നേരെ മറിച്ച് അമോർഫസ് സോളിഡ്സ് ആണെങ്കിൽ അത് ഇറഗുലർ സർഫസ് ആയിട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്. പിന്നെ XRD പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ XRD ഷാർപ്പ് ആൻഡ് വെൽ ഡിഫൈൻഡ് ആയിരിക്കും. അതുപോലെ അമോർഫസ് സോളിഡ്സ് ആണെങ്കിൽ അതിന് ബ്രോഡ് ആൻഡ് ഡിഫ്യൂസ് ഹാലോസ് ഓർ ഹംസ് ആയിട്ടായിരിക്കും നമുക്ക് അമോർഫസ് സോളിഡ്സിന്റെ XRD പാറ്റേൺ കിട്ടുന്നത്. ഈ XRD എന്ന് പറയുന്നത് സോളിഡ്സിന്റെ ക്യാരക്ടറൈസേഷൻ അല്ലെങ്കിൽ സോളിഡ്സിന്റെ ഐഡന്റിഫിക്കേഷന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് XRD പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ XRD പാറ്റേൺ നമ്മൾ കൃത്യമായിട്ട് ക്രിസ്റ്റലൈൻ സോളിഡ്സിലാണ് കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ദെൻ നെക്സ്റ്റ് ഒരു പ്രോപ്പർട്ടിയാണ് ഇതിന്റെ ഐസോട്രോപ്പി എന്ന് പറയുന്നത്. ഐസോട്രോപിസിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഐസോട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് എ ഫിസിക്കൽ പ്രോപ്പർട്ടി സെയിം ഇൻ ഓൾ ഡയറക്ഷൻ. അതായത് ഐസോട്രോപിക് ആയിട്ടുള്ള ഒരു സോളിഡ് ആണെങ്കിൽ ആ സോളിഡിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാ ഡയറക്ഷനിലും സെയിം ആയിരിക്കും. ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ഐസോട്രോപ്പി എന്ന് പറയുന്നത്. ഇതൊരു ഡയറക്ഷൻ ഇൻഡിപെൻഡന്റ് ബിഹേവിയർ ആണ് ആൻഡ് വിച്ച് ഈസ് ഫൗണ്ട് ഇൻ അമോർഫസ് സോളിഡ്. ക്രിസ്റ്റലൈൻ സോളിഡിലല്ല നമുക്ക് ഐസോട്രോപ്പി കാണുന്നത്, അമോർഫസ് സോളിഡിലാണ്. ഇതിന്റെ അറ്റോമിക് അറേഞ്ച്മെന്റ് റാൻഡം അല്ലെങ്കിൽ ഡിസോർഡേർഡ് ആയിരിക്കും. അത് അമോർഫസ് സോളിഡ് ആണെന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം. പിന്നെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് ഗ്ലാസും പ്ലാസ്റ്റിക്കും ആണ്. ഐസോട്രോപ്പിയുടെ എക്സാമ്പിൾസ് ഗ്ലാസും പ്ലാസ്റ്റിക്കും ആണ്. സെയിം അമോർഫസ് സോളിഡിന്റെ എക്സാമ്പിൾ ആണ് ഗ്ലാസും പ്ലാസ്റ്റിക്കും. ദെൻ അനൈസോട്രോപിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓരോ ഡയറക്ഷൻ അനുസരിച്ച് വേരി ചെയ്യും. ദെൻ ഡയറക്ഷൻ ഡിപ്പെൻഡന്റ് ബിഹേവിയർ ആണ് അവിടെ അനൈസോട്രോപ്പി എന്ന് പറയുന്നത്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ് ഈ അനൈസോട്രോപ്പി എക്സിബിറ്റ് ചെയ്യുന്നത്. ഇവിടെ അറ്റോമിക് ഓർഡർ, അറ്റോമിക് അറേഞ്ച്മെന്റ് ഓർഡേർഡ് അല്ലെങ്കിൽ പീരിയോഡിക് ആയിരിക്കും. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏതൊരു ക്രിസ്റ്റലൈൻ സോളിഡ്സ് എടുത്താലും എന്തിന് എക്സാമ്പിൾ ആയിരിക്കും? അനൈസോട്രോപിസിറ്റിക്ക് എക്സാമ്പിൾ ആയിരിക്കും. സോഡിയം ക്ലോറൈഡ്, ക്വാർട്സ്, സിങ്ക് സൾഫൈഡ് ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? അനൈസോട്രോപ്പിക്ക് എക്സാമ്പിൾ ആണ്. ഏത് ക്രിസ്റ്റലൈൻ സോളിഡ് വേണമെങ്കിലും നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത്രയാണ് ബേസിക് ആയിട്ട് സോളിഡിൽ നമുക്ക് അറിയേണ്ട ഒരു കാര്യം. അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരൊറ്റ കൺസെപ്റ്റേ ഉള്ളൂ, എന്താണ്? ക്രിസ്റ്റലൈൻ സോളിഡ്സ്, അതേപോലെ അമോർഫസ് സോളിഡ്സ്.
ഇനി നമ്മൾ വരുന്നത് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള പാർട്ടിലേക്കാണ്. അതായത് നമ്മൾ അമോർഫസ് സോളിഡ് എന്ന് പറയുന്ന ഒരു പാർട്ടിനെ നമ്മൾ അങ്ങോട്ട് മാറ്റിവെക്കും. ഇനി നമ്മൾ പഠിക്കുന്നതെല്ലാം ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആയിരിക്കും. ക്രിസ്റ്റലൈൻ സോളിഡ്സിനെയാണ് നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രിയുടെ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ അമോർഫസ് പാർട്ട് വരിക മിക്കവാറും പോളിമറിനകത്തോ അവിടെ ഇവിടെയും ഗ്ലാസ്സിലും അതുപോലത്തെ റബ്ബറി മെറ്റീരിയലും ഒക്കെ വരുന്ന സമയത്താണ് അമോർഫസ് സോളിഡ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ ഫിസിക്കൽ കെമിസ്ട്രിയുടെ സോളിഡ് സ്റ്റേറ്റ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ക്രിസ്റ്റൽ സോളിഡ്സ്, ക്രിസ്റ്റലൈൻ സോളിഡ്സ് മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്രിസ്റ്റലോഗ്രഫിയാണ്. ക്രിസ്റ്റലോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഡിസ്ക്രൈബ്സ് ദ ജോമെട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ ക്രിസ്റ്റൽസ്. അതായത് ജോമെട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ക്രിസ്റ്റൽസ് സ്റ്റഡി ചെയ്യുന്ന ഒരു ഏരിയനെയാണ് നമ്മൾ ക്രിസ്റ്റലോഗ്രഫി എന്ന് പറയുന്നത്. ദീസ് ആർ സ്റ്റഡീഡ് യൂസിങ് ഫണ്ടമെന്റൽ ലോസ് ബേസ്ഡ് ഓൺ സിമെട്രി ആൻഡ് പെരിയോഡിസിറ്റി. ഈ ഫണ്ടമെന്റൽ ലോസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചാപ്റ്റർ മുന്നോട്ട് പോകുന്ന സമയത്ത് പറയും. ക്രിസ്റ്റലോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുക. ജോമെട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ക്രിസ്റ്റൽസിനെ പറ്റി സ്റ്റഡി ചെയ്യുന്ന ഒരു ഏരിയ ആണ് ക്രിസ്റ്റലോഗ്രഫി. ഇനി ക്രിസ്റ്റലോഗ്രഫി പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ കുറച്ച് ടേംസ് ആവശ്യമുണ്ട്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ലെവലിൽ നമ്മൾ ഇതിന്റെ കൺസെപ്റ്റ് കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ എന്തായിരിക്കണം, ഫെമിലിയർ ആയിരിക്കണം. കാരണം ക്വസ്റ്റിനകത്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ ഇതുപോലുള്ള ടേംസ് ഒക്കെ ആയിരിക്കും വരിക. അത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. ഈവൻ നമുക്ക് അതിന്റെ ഇക്വേഷൻ അറിയെങ്കിൽ പോലും അതിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ് ഫേസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളൊരു ക്രിസ്റ്റലൈൻ സോളിഡ് വരയ്ക്കുന്ന സമയത്ത് ഒരു ക്യൂബിക് സ്ട്രക്ചർ ആണ് നമ്മൾ ജസ്റ്റ് പഠിക്കുന്നതെന്ന് വെച്ചോ. അപ്പൊ ഈ സമയത്ത് ഇതിന്റെ ഫ്ലാറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള ഈ ഒരു സർഫസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫേസ് എന്ന് പറയുന്നത്. വിച്ച് റെപ്രസെന്റ് എ സെറ്റ് ഓഫ് പാരലൽ ലാറ്റിസ് പ്ലെയിൻസ് ആൻഡ് ദീസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ മില്ലർ ഇൻഡിസസ്. മില്ലർ ഇൻഡിസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഈ ചാപ്റ്റർ കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് മില്ലർ ഇൻഡിസസ് ഡിസ്കസ് ചെയ്യും. അപ്പൊ ഫേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിച്ച് ഇസ് എ ഫ്ലാറ്റ് ആൻഡ് സ്മൂത്ത് സർഫസ് ഓഫ് എ ക്രിസ്റ്റൽ. നെക്സ്റ്റ് ടേം ആണ് എഡ്ജ് എന്ന് പറയുന്നത്. എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ടു ക്രിസ്റ്റൽ ഫേസസ്. അതായത് നമ്മൾ ഈ സർഫസിന്റെ ബാരിയറില്ലേ, ഇതിനെയാണ് നമ്മൾ എഡ്ജ് എന്ന് പറയുന്നത്. ദിസ് ഡിറ്റർമൈൻസ് ദ ഷേപ്പ് ആൻഡ് ഔട്ട്ലൈൻ ഓഫ് ദ ക്രിസ്റ്റൽ. ലെങ്ത് വാരീസ് ബട്ട് ഇന്റർഫേഷ്യൽ ആംഗിൾ റിമെയിൻസ് കോൺസ്റ്റന്റ്. ഒരു എഡ്ജ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഇത് രണ്ടുമാണ് ഇതിന്റെ എഡ്ജ് എങ്കിൽ എ ബി സി, ഈ എ ബിയും ബി സിയും ആണ് ഇതിന്റെ എഡ്ജ് എങ്കിൽ ഈ എ ബിന്റെയും ബി സിയുടെയും ഇടയ്ക്കുള്ള ആംഗിളിന് വേരിയേഷൻ സംഭവിക്കൂല. എ ബിയുടെയും ബി സിയുടെയും ലെങ്ത്തിന് മാത്രമാണ് വേരിയേഷൻ സംഭവിക്കുന്നത്. അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ലോ എന്നുള്ള രീതിയിൽ പഠിക്കും, സ്റ്റെനോസ് ലോസ് എന്ന് പറഞ്ഞിട്ട്. അതും കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ എഡ്ജ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ടു ക്രിസ്റ്റൽ ഫേസസ് ആണ് എഡ്ജ് എന്ന് പറയുന്നത്. ഇനി ഈ എഡ്ജിനിടയ്ക്കുള്ള ആംഗിൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അതിനെയാണ് നമ്മൾ ഇന്റർഫേഷ്യൽ ആംഗിൾ എന്ന് പറയുന്നത്. ദ ആംഗിൾ ബിറ്റ്വീൻ ടു അഡ്ജസന്റ് ക്രിസ്റ്റൽ ഫേസസ് ഈസ് നോൺ ആസ് ഇന്റർഫേഷ്യൽ ആംഗിൾ വിച്ച് ഈസ് കോൺസ്റ്റന്റ് ഫോർ ഗിവൺ സബ്സ്റ്റൻസ്. ഇതാണ് നമ്മുടെ സ്റ്റെനോസ് ലോ എന്ന് പറയുന്നത്. ഒരു ഫണ്ടമെന്റൽ ലോ ഓഫ് ക്രിസ്റ്റലോഗ്രഫി ആണ്. നമ്മൾ നെക്സ്റ്റ് അതിലേക്ക് വരും. ദെൻ ഇന്റർഫേഷ്യൽ ആംഗിൾ സൈസിനെയോ അല്ലെങ്കിൽ ഷേപ്പിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇത് ക്രിസ്റ്റലിന്റെ ബേസിക് ക്യാരക്ടറിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആൻഡ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ക്രിസ്റ്റൽ ഐഡന്റിഫിക്കേഷൻ. ഒരു പർട്ടിക്കുലർ ക്രിസ്റ്റലിന്റെ കേസിൽ ഇന്റർഫേഷ്യൽ ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ദെൻ ലാസ്റ്റ് ടേം ആണ് ഫോം എന്ന് പറയുന്നത്, വിച്ച് ഈസ് എ സെറ്റ് ഓഫ് ഇക്വലന്റ് ഫേസസ് റിലേറ്റഡ് ബൈ സിമെട്രി. അതായത് സിമെട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഫേസസിന്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ ഫോം എന്ന് പറയുന്നത്. ഈ ഫോമിനകത്തുള്ള ഫേസസ് എല്ലാം സെയിം ഷേപ്പും അതുപോലെ സെയിം ഇന്റർസെപ്റ്റ് ഉള്ളതും ആയിരിക്കും. ഈ ഫോം ആണ് ക്രിസ്റ്റലിന്റെ സിമെട്രിയെയും എന്തിന്റെ ഓവറോൾ നേച്ചറിനെയും ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ 4 ടേംസ് ആണ് ബേസിക് ആയിട്ട് ക്രിസ്റ്റലോഗ്രഫിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന സെക്ഷൻ ആണ് ഫണ്ടമെന്റൽ ലോസ് ഓഫ് ക്രിസ്റ്റലോഗ്രഫി. ഇതിനകത്ത് മെയിൻ ആയിട്ട് 3 ലോ ആണ് ഉള്ളത്. And these laws are based upon few fundamental laws that are explained by regular geometry, symmetry and orientation of crystal surface. Geometry-നെയും സിമെട്രിനെയും ഓറിയന്റേഷൻ ഓഫ് ക്രിസ്റ്റൽ ഫേസിനെയും ബേസ് ചെയ്തിട്ടാണ് ഈ 3 ലോസും മെയിൻ ആയിട്ട് വരുന്നത്.
അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോ ഓഫ് കൺസിസ്റ്റൻസി ഓഫ് ഇന്റർഫേഷ്യൽ ആംഗിൾസ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റെനോസ് ലോ. ഇനി ലോ ഓഫ് റാഷണൽ ഇൻഡിസസ്, ഇതിനെ നമ്മൾ വീസ് ഇൻഡിസസ് എന്ന് പറഞ്ഞിട്ട് പഠിക്കും. ഇതിന്റെ വേറൊരു പേരാണ് വീസ് ഇൻഡിസസ്. ദെൻ ലാസ്റ്റ് വൺ ആണ് ലോ ഓഫ് സിമെട്രി. ഈ 3 ലോയും നമുക്ക് പഠിക്കാനുണ്ട്. ദീസ് ലോസ് അറൈസസ് ഫ്രോം പീരിയോഡിക് ഇന്റേണൽ അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് ഇൻ ക്രിസ്റ്റൽസ്. ഇത്രയും ലോസ് ആണ് നമുക്ക് ക്രിസ്റ്റലോഗ്രഫിയിൽ പഠിക്കാനുള്ളത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോ ഓഫ് കൺസിസ്റ്റൻസി ഓഫ് ഇന്റർഫേഷ്യൽ ആംഗിൾസ്, അതായത് സ്റ്റെനോസ് ലോ. സ്റ്റെനോസ് ലോ എന്താണെന്നുള്ളത് നോക്കുകയാണെങ്കിൽ the angle between corresponding faces of crystal of same substance is constant. അതായത് ഒരു സബ്സ്റ്റൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സെയിം സബ്സ്റ്റൻസ് ആണെങ്കിൽ അതിന്റെ ഇന്റർഫേഷ്യൽ ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് സ്റ്റെനോസ് ലോ പറയുന്നത്. ഇതിന്റെ മെയിൻ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർഫേഷ്യൽ ആംഗിൾസ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് സൈസ് ആൻഡ് ഷേപ്പ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇന്റേണൽ അറ്റോമിക് അറേഞ്ച്മെന്റ്. ക്രിസ്റ്റൽസ് മേ ഗ്രോ ഡിഫറെന്റ്ലി ബട്ട് ആംഗിൾസ് റിമെയിൻ സെയിം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇതിന്റെ ലെങ്ത്തിന് വേരിയേഷൻ വരാം, പക്ഷെ ഇന്റർഫേഷ്യൽ ആംഗിൾ എപ്പോഴും ഒരു പർട്ടിക്കുലർ മെറ്റീരിയലില് എന്തിനായിരിക്കും, കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും എന്നാണ് സ്റ്റെനോസ് ലോ പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ആണ് ലോ ഓഫ് സിമെട്രി. ലോ ഓഫ് സിമെട്രി പറയുന്ന സമയത്ത് ഓൾ ക്രിസ്റ്റൽസ് ഓഫ് സെയിം സബ്സ്റ്റൻസ് പോസസ് സെയിം എലമെന്റ് ഓഫ് സിമെട്രി. സെയിം സബ്സ്റ്റൻസിന് എല്ലാ, നമ്മളിപ്പോ സോഡിയം ക്ലോറൈഡിന്റെ ഒരു സബ്സ്റ്റൻസ് എടുത്തു, അത് നമ്മൾ എവിടെ നിന്ന് എടുത്താലും, ഏത് സോഡിയം ക്ലോറൈഡിന്റെ സബ്സ്റ്റൻസ് എടുത്താലും അതിന്റെ സിമെട്രിക് എലമെന്റ്സ് എന്തായിരിക്കും എന്നാണ് പറയുന്നത് ലോ ഓഫ് സിമെട്രി, സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ NaCl എവിടെ നിന്ന് എടുക്കുകയാണെങ്കിലും അതിന്റെ സിമെട്രിക് പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും. ഇതിന്റെ മെയിൻ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ സിമെട്രി റിഫ്ലെക്സ് ഇന്റേണൽ അറ്റോമിക് സിമെട്രി, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ്സ് ഓൺ സിമെട്രി, ക്രിസ്റ്റൽസ് ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ സിമെട്രി. 3 പോയിന്റ്സ് ആണ് മെയിൻ ആയിട്ട്. ഇത്രയും കാര്യം അറിഞ്ഞിരുന്നാൽ മതി. സിമെട്രിക് പ്രോപ്പർട്ടീസ് ഓഫ് സെയിം സബ്സ്റ്റൻസ് ഈസ് ഓൾവേസ് സെയിം. ദെൻ നമുക്ക് 3 സിമെട്രി എലമെന്റ്സ് ഇവിടെ നോക്കാനുണ്ട്. സിമെട്രി എലമെന്റ്സും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ചിലപ്പോൾ. പ്ലെയിൻ ഓഫ് സിമെട്രി, ആക്സിസ് ഓഫ് സിമെട്രി, സെന്റർ ഓഫ് സിമെട്രി. നമ്മൾ സോളിഡ്സിനകത്ത് മെയിൻ ആയിട്ട് പഠിക്കുന്നത് ക്യൂബിക് സിസ്റ്റം ആണ്. അപ്പൊ ക്യൂബിക് സിസ്റ്റത്തിന്റെ കേസിലാണ് നമ്മൾ പ്ലെയിൻ ഓഫ് സിമെട്രിയും ആക്സിസ് ഓഫ് സിമെട്രിയും സെന്റർ ഓഫ് സിമെട്രിയും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലെയിൻ ഓഫ് സിമെട്രി, അതായത് നമ്മുടെ സിമെട്രി ഒരു പ്ലെയിനിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഇവിടെ ഒരു പ്ലെയിന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്റ്റലിനെ 2 ഐഡന്റിക്കൽ മിറർ ഇമേജസ് ആയിട്ട് അല്ലെങ്കിൽ 2 ഐഡന്റിക്കൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്ലെയിനിനെയാണ് നമ്മൾ പ്ലെയിൻ ഓഫ് സിമെട്രി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ആക്സിസ് ഓഫ് സിമെട്രി. ആക്സിസ് ഓഫ് സിമെട്രി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ്, നമ്മൾക്കിപ്പോ ഒരു റോഡ് ആണെന്ന് കൺസിഡർ ചെയ്യാം. ഇപ്പൊ ഒരു ക്യൂബ് ആണെങ്കിൽ ഈ ക്യൂബിന്റെ സെൻട്രലിലൂടെ പാസ് ചെയ്യുന്ന ഒരു റോഡ്, ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ ക്യൂബിനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഇവിടെയുള്ള ഒരു സ്ട്രക്ചർ ആണെങ്കിൽ ഈ സ്ട്രക്ചറിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സെർട്ടൺ ആംഗിൾ എത്തുമ്പോൾ ഇത് ആദ്യത്തെ ഷേപ്പിൽ തന്നെ എത്തും, അതായത് സിമെട്രിക് ഷേപ്പിൽ തന്നെ എത്തും. ആ സിമെട്രിക് ഷേപ്പിൽ എത്തുന്ന സമയത്തുള്ള ആംഗിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആക്സിസ് ഓഫ് സിമെട്രി പറയുന്നത് എത്ര ഫോൾഡ് ആണെന്നുള്ളത്. ഇപ്പൊ 180 ഡിഗ്രി ആണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് 2 ഫോൾഡ് ആയിരിക്കും. ഇനി 90 ഡിഗ്രി ആണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് 4 ഫോൾഡ് ആയിരിക്കും. ആ രീതിയിലാണ് ആക്സിസ് ഓഫ് സിമെട്രി വരുന്നത്. ദെൻ ഫൈനൽ സിമെട്രിക് പ്രോപ്പർട്ടി ആണ് സെന്റർ ഓഫ് സിമെട്രി എന്ന് പറയുന്നത്. സെന്റർ ഓഫ് സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിസ്റ്റലിന്റെ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിന്റെ കോമൺ ആയിട്ടുള്ള ഒരു സെന്റർ പോയിന്റ്, ആ പോയിന്റ് നിന്ന് ഏത് ഡയറക്ഷനിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. ഈ പോയിന്റിനെയാണ് നമ്മൾ ഇൻവേർഷൻ സെന്റർ എന്ന് പറയുന്നത്. ഇൻവേർഷൻ സെന്ററിലുള്ള എല്ലാ എലമെന്റ്സിനും എന്തുണ്ടാവും, സെന്റർ ഓഫ് സിമെട്രി ഉണ്ടാവും. നമ്മൾ സോളിഡ്സിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മെയിൻ ആയിട്ട് ഈ 3 സിമെട്രിക് എലമെന്റ്സ് ആണ് നമ്മൾ പറയുന്നത്. ഇനി ക്യൂബിന്റെ ബേസിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആക്സിസ് ഓഫ് സിമെട്രി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ an axis of symmetry is a line about which rotation brings crystal into an indistinguishable orientation. നമ്മൾ ഇതാണ് നമ്മുടെ ക്യൂബ് എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ക്യൂബിന് മെയിൻ ആയിട്ടും 3 ടൈപ്പ് ആക്സിസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 4 ഫോൾഡ് ആക്സിസ്.
സെക്കൻഡ് വൺ എന്ന് പറയുന്നത് 3-fold ആക്സിസ്, തേർഡ് വൺ എന്ന് പറയുന്നത് 2-fold ആക്സിസ്. ഇതിൽ 4-fold ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും ഇതിന് സെയിം സ്ട്രക്ചർ അല്ലെങ്കിൽ സിമെട്രിക് സ്ട്രക്ചർ കിട്ടുന്നത്. ഈ ഫിഗർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ എ എന്ന് പറയുന്ന ഫേസ് ഈ സ്ഥലത്തോട്ട് എത്തും. സോ അതിനൊരു സിമെട്രിക് അറേഞ്ച്മെന്റ് വീണ്ടും വന്നു. സോ 90 ഡിഗ്രി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 ബൈ ഏതാണോ ആംഗിള് അത് വെച്ചിട്ടാണ് നമ്മൾ എത്ര ഫോൾഡ് ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 360 ബൈ 90 ഈസ് ഈക്വൽ ടു 4 ഫോൾഡ് എന്നാണ് കിട്ടുക. ദെൻ നെക്സ്റ്റ് വൺ, ഇത് നമുക്ക് ഫേസിന്റെ സെന്ററിലൂടെ ആയിരിക്കും 4-fold ആക്സിസ് പാസ് ചെയ്ത് പോവുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് 3-fold ആക്സിസ്. ഇത് കൺസിഡർ ചെയ്യുന്ന സമയത്ത് രണ്ട് ഓപ്പോസിറ്റ് എഡ്ജിലൂടെയാണ് ഈ ആക്സിസ് പാസ് ചെയ്ത് പോകുന്നത്. ഇതിന് ഈക്വലന്റ് ഫിഗർ കിട്ടണമെങ്കിൽ ഇതിനെ നമ്മൾ 120 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യണം. 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ എത്തും. അപ്പോൾ 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് 360 ബൈ 120 is equal to 3. അതാണ് നമുക്ക് 3-fold ആക്സിസ് ആയിട്ട് കിട്ടുന്നത്. ഇനി 2-fold ആക്സിസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഡ്ജസിന്റെ സെൻട്രലിലൂടെ പാസ് ചെയ്യുന്ന, ഓപ്പോസിറ്റ് എഡ്ജസിന്റെ സെൻട്രലിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിനെയാണ് നമ്മൾ 2-fold ആക്സിസ് എന്ന് പറയാം. 2-fold ആക്സിസ് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താലായിരിക്കും, അതായത് 360 ബൈ 180 equal to 2. 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താലായിരിക്കും അതൊരു സിമെട്രിക് എലമെന്റ് തരുന്നത്. The rotation operation is called proper rotation. നമ്മൾ CN വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. N എന്ന് പറയുന്നത് ഓർഡർ ഓഫ് റൊട്ടേഷൻ, നമ്മുടെ എത്ര ഫോൾഡ് ആണെന്നുള്ളത്. അപ്പൊ ഇവിടെയാണെങ്കിൽ ഇത് 4-fold ആണെങ്കിൽ C4 ആയിരിക്കും, ഇത് C3 ആയിരിക്കും, ഇത് C2 ആയിരിക്കും. ദെൻ റൊട്ടേഷൻ ആംഗിൾ എന്ന് പറയുന്നത് 360 ബൈ N ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ക്യൂബിക് സിസ്റ്റത്തിൽ മനസ്സിലാക്കി വെക്കുക. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലെയിൻ ഓഫ് സിമെട്രി ആണ്. എ പ്ലെയിൻ ഓഫ് സിമെട്രി ഡിവൈഡ്സ് ക്രിസ്റ്റൽ ഇൻടു 2 ഐഡന്റിക്കൽ മിറർ ഇമേജ് ഹാഫസ്. അതായത് നമ്മൾ ഒരു ക്യൂബാണ് കൺസിഡർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരു പ്ലെയിന് 2 ഈക്വൽ ഹാഫ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ കട്ട് ചെയ്യുന്ന പ്ലെയിനെയാണ് നമ്മൾ പ്ലെയിൻ ഓഫ് സിമെട്രി എന്ന് പറയുന്നത്. ദ അസോസിയേറ്റഡ് സിമെട്രി ഓപ്പറേഷൻ ഈസ് റിഫ്ലക്ഷൻ. സച്ച് ക്രിസ്റ്റൽ ഷോ മിറർ സിമെട്രി. ക്യൂബ് ഹാസ് 9 പ്ലെയിൻ ഓഫ് സിമെട്രി ഇൻ ടോട്ടൽ. ഒരു ക്യൂബിന് 9 പ്ലെയിൻ ഓഫ് സിമെട്രി ആണ് ഉള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ റെക്ടാങ്കുലർ പ്ലെയിൻ ഓഫ് സിമെട്രി എടുക്കുകയാണെങ്കിൽ 3 റെക്ടാങ്കുലർ പ്ലെയിൻ ഓഫ് സിമെട്രി ആണ് ഉണ്ടാവുക. അതായത് ടോട്ടൽ 6 ഫേസ് ആണല്ലോ. അപ്പൊ 6 ഫേസിലൂടെയും പാസ് ചെയ്യുന്ന രീതിയിൽ 3 പ്ലെയിൻ ഓഫ് സിമെട്രി ആണ്, റെക്ടാങ്കുലർ പ്ലെയിൻ ഓഫ് സിമെട്രി ആണ് ഒരു ക്യൂബിന് ഉണ്ടാകുന്നത്, ഈ 6 ഫേസിനെയും കവർ ചെയ്യുന്ന രീതിയിൽ. ദെൻ ഡയഗണൽ പ്ലെയിൻ എടുക്കുകയാണെങ്കിൽ അതിന് 6 ഡയഗണൽ പ്ലെയിൻസ് ഉണ്ടാവും. ടോട്ടൽ നമുക്ക് 8 എഡ്ജസ് ഉണ്ടാവും. ഓരോ എഡ്ജസ് നിന്നും അതിന്റെ ഓപ്പോസിറ്റിലേക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ 6 ഡയഗണൽ പ്ലെയിൻസ് കിട്ടും. സോ ആകെ മൊത്തം 9 പ്ലെയിൻ ഓഫ് സിമെട്രി ആണ് ഒരു ക്യൂബിനുള്ളത്. ഈ പ്ലെയിൻ ഓഫ് സിമെട്രി ഒക്കെ ജസ്റ്റ് എങ്ങനെയാണെന്നുള്ള ഫിഗർ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കണം. നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഫിഗറും കാര്യങ്ങളും ഒക്കെയാണ് വരിക. അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്ലെയിൻ എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ധാരണ വേണം. നമ്മളിപ്പോൾ ഡാർക്കൻ ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ് ഇവിടുത്തെ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഒറിജിൻ എങ്കിൽ ഈ പ്ലെയിനിന്റെ പോയിന്റ്സ് എന്ന് പറയുന്നത് ഇത് 1,1,1 ആയിരിക്കും, ഇത് 0, 0, 0 ആയിരിക്കും. ആ രീതിയിൽ പ്ലെയിനിന്റെ ഓറിയന്റേഷനും എഡ്ജസും ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനുള്ളത് കൃത്യമായിട്ട് നോക്കി വെക്കണം. അത്രയും നമുക്ക് ഇവിടെ ആവശ്യമുള്ളൂ. ഇനി ഈ 9 പ്ലെയിൻ ഓഫ് സിമെട്രിനകത്ത് 3 റെക്ടാങ്കുലർ പ്ലെയിൻസ് ഉണ്ടെന്ന് പറഞ്ഞു, 6 ഡയഗണൽ പ്ലെയിൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ദെൻ ലാസ്റ്റ് സിമെട്രിക് പ്രോപ്പർട്ടി ആണ് സെന്റർ ഓഫ് സിമെട്രി എന്ന് പറയുന്നത്. നമ്മളൊരു ക്യൂബ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ജിയോമെട്രിക് സെന്റർ, ആ ക്യൂബിന്റെ ജിയോമെട്രിക് സെന്റർ തന്നെയായിരിക്കും അതിന്റെ ഇൻവേർഷൻ സെന്റർ അല്ലെങ്കിൽ സെന്റർ ഓഫ് സിമെട്രി എന്ന് പറയുന്നത്. ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഏത് എഡ്ജസിലേക്ക് ഡിസ്റ്റൻസ് എടുത്താലും ഓപ്പോസിറ്റ് എഡ്ജസിലേക്ക് ഡിസ്റ്റൻസ് എടുത്താലും അത് എന്ത് തന്നെയായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ഇൻവേർഷൻ സെന്റർ എന്ന് പറയുന്നത്. ഇത്രയും സിമെട്രിക് പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ഇനി നമുക്ക് കുറച്ച് ടേംസും കൂടെ നോക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസ് എന്ന് പറയുന്നത്. 3
reference axis ABC intersected the origin A and define the geometry of the crystal. ഒരു ക്രിസ്റ്റൽ എടുക്കുന്ന സമയത്ത് ഇപ്പൊ ഇതാണ് നമ്മുടെ ക്രിസ്റ്റൽ എങ്കിൽ ഇത് നമ്മൾ ഒറിജിൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 3 ആക്സിസ് ആണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക. അപ്പൊ ഈ 3 ആക്സിസ് എന്ന് പറയുന്നത് ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് സെഡ് ആക്സിസ്. അപ്പോൾ എക്സ് ആക്സിസിനകത്തോട്ട് നമ്മൾ എ ആയിട്ടും വൈ ആക്സിസിനകത്തോട്ട് ബി ആയിട്ടും സെഡ് ആക്സിസിനകത്തോട്ട് സി ആയിട്ടുമാണ് നമ്മൾ ഈ ക്യൂബിന്റെ എഡ്ജ് പോയിന്റ്സ് പറയുന്നത്. ഇതിനെയാണ് ഈ ആക്സിസിനെയാണ് നമ്മൾ ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസ് എന്ന് പറയുന്നത്. ഇനി ഈ ആക്സിസിന് ഇടയ്ക്കുള്ള ആംഗിൾസിനെയും നമ്മൾ കൺസിഡർ ചെയ്യണം. ഇതിനിടയ്ക്കുള്ള ഈ ആംഗിൾസ് ഉണ്ടല്ലോ, ഈ 1 2 3 ടോട്ടൽ 3 ആംഗിൾസ്, ഈ ആംഗിൾസിനെയാണ് നമ്മൾ ആക്സസ് ആംഗിൾസ് എന്ന് വിളിക്കുന്നത്. ദ ആംഗിൾസ് ബിറ്റ്വീൻ ആക്സസ് ആർ, ഫസ്റ്റ് വൺ ആണ് ആൽഫ എന്ന് പറയുന്നത്. ആൽഫ എന്ന് പറയുന്നത് ബിയുടെയും സിയുടെയും ഇടയ്ക്കുള്ള ആംഗിൾ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബിയുടെയും സിയുടെയും ഇടയ്ക്കുള്ള ഈ ആംഗിൾ ആണ് ആൽഫ എന്ന് പറയുന്നത്. ദെൻ ബീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് സി, എയും സിയും, ഇതാണ് ബീറ്റ. ഗാമ എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും ഇടയ്ക്കുള്ള ആംഗിൾ ആണ്, ഇതാണ് ഗാമയായിട്ട് വരുന്നത്. സോ ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസും അതുപോലെ ആക്സിസ് ആംഗിൾസും എന്താണെന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് യൂണിറ്റ് പ്ലെയിൻ ആണ്. യൂണിറ്റ് പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്രിസ്റ്റൽ ഫേസ് കട്ട്സ് ദ ആക്സസ് എ ബി സി അലോങ് ദ ക്രിസ്റ്റലോഗ്രാഫിക് ആക്സസ് ഫോമിങ് എ യൂണിറ്റ് പ്ലെയിൻ. നമ്മൾ ഈ ഒരു പ്ലെയിനെ, ഈ ബേസിക് ആയിട്ട് കട്ട് ചെയ്യുന്ന പ്ലെയിനെ, ഇപ്പൊ എ ബി സിയിലാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ നമുക്കൊരു പ്ലെയിന് കൺസിഡർ ചെയ്യാം. ഈ പ്ലെയിനെയാണ് നമ്മൾ യൂണിറ്റ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഇത്രയും ടേംസ് നമുക്ക് അറിഞ്ഞിരിക്കണം. ദെൻ നമ്മൾ ലാസ്റ്റ് ഒരു ലോയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോ ഓഫ് റാഷണൽ ഇൻഡിസസ്, വീസ് ഇൻഡിസസ്. 3 ലോസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞത്. അതിൽ മൂന്നാമത്തെ ലാസ്റ്റ് ലോ ആണ് വീസ് ഇൻഡിസസ്. ദ ലോ ഓഫ് റൊട്ടേഷണൽ ഇൻഡിസസ് സ്റ്റേറ്റ്സ് ദാറ്റ് the intercept of any crystal face on crystallographic axis are simple rotational multiples of the unit cell dimension. യൂണിറ്റ് സെല്ലിന്റെ സിമ്പിൾ റാഷണൽ മൾട്ടിപ്പിൾസ് ആണ് എന്തെന്നാണ് നമ്മളോട് വീസ് ലോ പറയുന്നത്, യൂണിറ്റ് സെല്ലിന്റെ ഡയമെൻഷൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോ ഇവിടെ ഒരു യൂണിറ്റ് സെല്ല് കണ്ടിട്ടുണ്ടായിരുന്നു, എ ബി സി എന്ന് നമ്മൾ അതിന്റെ എഡ്ജസിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ എ ബി സിയുടെ റാഷണൽ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് ദീസ് ഇൻഡിസസ് അല്ലെങ്കിൽ അതിന്റെ എന്ത് വരുന്നത്, ഡയമെൻഷൻസ് വരുന്നത് എന്നാണ് ഈ ലോ പറയുന്നത്. ഇഫ് എ ക്രിസ്റ്റൽ ഫേസ് കട്ട്സ് ദ ആക്സസ് പി എ ക്യു ബി ആർ സി, ദെൻ പി ക്യു ആർ ആർ റാഷണൽ നമ്പർ. ഈ പി ക്യു ആറിനെയാണ് നമ്മൾ വേസ് ഇൻഡിസസ് എന്ന് പറയുന്നത്. ഇത് ഒരു സ്ട്രക്ചറിൽ കാണിച്ചു തരാം. ദെൻ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ദ ലോ ഫോംസ് ദ ബേസിസ് ഫോർ ഇൻഡെക്സസ് crystal planes using Miller indices. Parallel faces have identical rational indices showing the ordered internal structure of the crystal. The law confirms that crystals are built from regular repeating lattice arrangement. സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് ഇതൊന്ന് പറയാം. ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഒരു പ്ലെയിനെ നമ്മൾ എ ബി സി, ഈ 3 എഡ്ജസ് വരുന്ന പ്ലെയിൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ പ്ലെയിന്റെ ഡിസ്റ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ എ ആയിട്ട് എടുക്കും. അതുപോലെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ആണ്, അതായത് ബിയുടെയും സിയുടെയും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് ആൽഫ. ഇനി നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന പ്ലെയിന് കട്ട് ചെയ്യുന്ന പോയിന്റ്സ്, ഈ പോയിന്റ് എന്ന് പറയുന്നത് പി എ ആണ്, ഈ പോയിന്റ് എന്ന് പറയുന്നത് പി ബി ആണ്, ഈ പോയിന്റ് എന്ന് പറയുന്നത് പി സി ആണെങ്കിൽ, സോറി ഇത് ക്യൂ ആണ്, അപ്പോൾ ഇത് ക്യൂ ബി, ഇത് ആർ സി. ഈ 3 ആക്സസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ വീസ് കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ വീസ് ഇൻഡിസസ് എന്ന് പറയുന്നത് പി ഈസ് ടു ക്യൂ ഈസ് ടു ആർ. ഇങ്ങനെയാണ് നമ്മൾ വീസ് ഇൻഡിസസ് എഴുതുക. ഓക്കെ, വീസ് കോഎഫിഷ്യൻസ് മേ ഹാവ് whole numbers, fraction or infinity if the plane is parallel to the axis. നമ്മുടെ പ്ലെയിന് നമ്മുടെ ഒരു ആക്സിസിന് പാരലൽ ആവുകയാണെങ്കിൽ, ഇപ്പൊ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പ്ലെയിൻ ഈ രീതിയിലുള്ള ഒരു പ്ലെയിൻ ആണ് വരുന്നത്. ഇത് നമ്മുടെ വൈ ആക്സിസിനെയും സെഡ് ആക്സിസിനെയും ടച്ച് ചെയ്യുന്നില്ല
y ആക്സിസിനും z ആക്സിസിനും പാരലൽ ആയിട്ടാണ് പോകുന്നതെങ്കിൽ y കോഎഫിഷ്യന്റും z കോഎഫിഷ്യന്റും എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ഇത് എക്സ് ആക്സിസിൽ എവിടെയാണോ ടച്ച് ചെയ്യുന്നത് ആ പോയിന്റിനെ നമ്മൾ എ എന്ന് വിളിക്കും. അപ്പൊ എ കോമ ഇൻഫിനിറ്റി ആയിരിക്കും ഇതിന്റെ വീസ് ഇൻഡിസസ് ആയിട്ട് വരുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്ലെയിന് ഒരു ആക്സിസിൽ ടച്ച് ചെയ്യുന്നില്ലെങ്കിൽ ആ ആക്സിസിന്റെ വീസ് ഇൻഡിസസ് ഇൻഫിനിറ്റി ആയിരിക്കും. അങ്ങനെയാണ് വീസ് ഇൻഡിസസ് വരുന്നത്. ഇതിന് എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ ഒരു ഫിഗർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇന്റർസെപ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? 2A ഇത് ഇന്റർസെപ്റ്റ് ചെയ്യുന്നത്. ഇനി ബിയിൽ ഇന്റർസെപ്റ്റ് ചെയ്യുന്നത് ഇത് 3 പാർട്ടായിട്ടാണ് ഇന്റർസെപ്റ്റ് ചെയ്യുന്നത്. അപ്പം 3B ആണ് അവിടെ വരുന്നത്. ഇനി സീനെ ആണെങ്കിൽ സീനെ ഇത് 2 പാർട്ടായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് 2C ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വീസ് കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ വീസ് ഇൻഡിസസ് എന്ന് പറയുന്നത് 2, 3, 2 ആണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഈ വീസ് ഇൻഡിസസ് നമ്മൾ മെയിൻ ആയിട്ട് ക്വസ്റ്റ്യനിലൊന്നും ചോദിച്ചു കാണാറില്ല. പക്ഷെ വീസ് ഇൻഡിസസ് ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത സെഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ, മില്ലർ ഇൻഡിസസിലേക്ക്. എന്തുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രാക്ഷൻസ് വരും വീസ് ഇൻഡിസസിനകത്ത്. ഇതിനെ ഫ്രാക്ഷൻസിനെ കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്നും വീസ് ഇൻഡിസസിൽ പറയുന്നില്ല. അതേപോലെ ഇൻഫിനിറ്റി വരികയാണെങ്കിൽ നമ്മൾ ഇൻഫിനിറ്റി എന്ന് അതിന്റെ വീസ് ഇൻഡിസസ് എഴുതുന്ന സമയത്ത് അതും നമുക്കൊരു ഇൻകൺവീനിയൻസ് ആണ്. അപ്പൊ ഇങ്ങനെ ഇൻകൺവീനിയൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ വീസ് ഇൻഡിസസ് യൂസ് ചെയ്യാത്തത്. അതിന് പകരം നമ്മൾ മില്ലർ ഇൻഡിസസ് വെച്ചിട്ട് ഈ വീസ് ഇൻഡിസസിനെ റീപ്ലേസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് 2 ടേമും കൂടെ നമുക്ക് ഇതിനകത്ത് ആവശ്യമുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പേസ് ലാറ്റിസ് ആണ്. സ്പേസ് ലാറ്റിസ് ഈസ് എൻ ഇൻഫൈനൈറ്റ് 3-dimensional അറേഞ്ച്മെന്റ് ഓഫ് പോയിന്റ്സ് ഇൻ സ്പേസ്. അതായത് നമ്മളെ 3-dimensional അറേഞ്ച്മെന്റ് ഓഫ് പോയിന്റ്സ് ഇൻ സ്പേസിനെയാണ് നമ്മൾ സ്പേസ് ലാറ്റിസ് എന്ന് പറയാം. Each lattice point has an identical environment in terms of arrangement and orientation. Lattice points represents the repetition of the crystal structure, not actual atom. Atoms in the repetition അല്ല, നമ്മൾ crystal structure ന്റെ repetition ആണ് lattice points represent ചെയ്യുന്നത്. ഇനി entire crystal structure നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഒരു ബേസിക് സ്ട്രക്ചർ എന്നാണ് ഫോം ചെയ്യുന്നത്. ആ ബേസിക് സ്ട്രക്ചറിനെയാണ് നമ്മൾ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഈ സ്പേസ് ലാറ്റിസസ് ആണ് എന്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ജോമെട്രിക്കൽ ഫ്രെയിംവർക്ക് ഓഫ് ക്രിസ്റ്റലിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് സ്പേസ് ലാറ്റിസ് ആണ്. ദെൻ നെക്സ്റ്റ് ടേം ആണ് നമ്മളിപ്പോൾ പറഞ്ഞ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്ന യൂണിറ്റ് സെല്ല്. യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസ് ആണ്. റിപ്പീറ്റേഷൻ ഓഫ് യൂണിറ്റ് സെൽ ഇൻ 3-dimensional ഫോംസ് ദ എൻറ്റയർ ക്രിസ്റ്റൽ ലാറ്റിസ്. ഈ യൂണിറ്റ് സെൽ ഇങ്ങനെ അടുക്കിടക്കി വെച്ചിട്ടാണ് നമ്മൾ എൻറ്റയർ ക്രിസ്റ്റൽ ലാറ്റിസ് ഫോം ചെയ്യുന്നത്. Which is defined by 3 edge length ABC and 3 interaxial angles alpha, beta, gamma. നമ്മൾ നേരത്തെ ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ABC-യും ആൽഫ ബീറ്റ ഗാമയും ഒക്കെ യൂണിറ്റ് സെല്ലിന് ബാധകമാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് യൂണിറ്റ് സെൽ മേ ബി പ്രിമിറ്റീവ്, നോൺ പ്രിമിറ്റീവ് ഡിപ്പെൻഡിങ് ഓൺ ലാറ്റിസ് പോയിന്റ്സ് ഇൻ ദം. ദ ഷേപ്പ് സൈസ് ഓഫ് യൂണിറ്റ് സെൽ ഡിറ്റർമൈൻ ദ ക്രിസ്റ്റൽ സിസ്റ്റം. ഈ യൂണിറ്റ് സെല്ലിന്റെ ഷേപ്പും സൈസും അല്ലെങ്കിൽ പ്രോപ്പർട്ടീസും ആയിരിക്കും ടോട്ടൽ ക്രിസ്റ്റൽ സ്ട്രക്ചറിന് ഉണ്ടാവുക. അപ്പോൾ ക്രിസ്റ്റൽ ലാറ്റിസ് എന്താണ്, സ്പേസ് ലാറ്റിസ് എന്താണ്, യൂണിറ്റ് സെൽ എന്താണ്, ഇത്രയും ബേസിക് ആയിട്ടുള്ള ഐഡിയ ഒക്കെ നമുക്ക് സോളിഡ് സ്റ്റേറ്റ് പഠിക്കുന്ന സമയത്ത് ആവശ്യമുണ്ട്. അപ്പൊ ഇതാണ് ഇവിടെ കാണിച്ചിട്ടുള്ള യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഇതിനെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടാണ് ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ടാവുന്നത്. ഈ ക്രിസ്റ്റൽ ലാറ്റിസ് ആണ് നമ്മുടെ ടോട്ടൽ ക്രിസ്റ്റൽ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. ഇത്രയും ബേസിക് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും നേരം പഠിച്ച പോർഷൻ എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് പോലെയാണ്. ജസ്റ്റ് നമ്മൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ അവിടെ നിന്നുള്ളൂ. ഒരു CSIR നെറ്റ് ലെവലിൽ ആ ഒരു പാർട്ടിന് ക്വസ്റ്റ്യൻ പൊതുവെ ചോദിച്ച് കാണാറില്ല. ഇനി വരുന്ന സെഷനാണ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷൻ, മില്ലർ ഇൻഡിസസ്. മില്ലർ ഇൻഡിസസ് സ്ഥിരമായിട്ട് CSIR നെറ്റിന് റിപ്പീറ്റ് ചെയ്ത് വരുന്ന പാർട്ടാണ്. Miller indices are set of 3 integers HKL which used to denote the orientation of crystal plane. നമ്മൾ വീസ് ഇൻഡിസസ് പറഞ്ഞ പോലെ തന്നെ വീസ് ഇൻഡിസസ് നമ്മൾ ABC അല്ലെങ്കിൽ PQR എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെന്റ് ചെയ്തതെങ്കിൽ ഇവിടെ നമ്മൾ മില്ലർ ഇൻഡിസസിനെ ജനറലി റെപ്രസെന്റ് ചെയ്യുന്ന
ടേം ആണ് HKL എന്ന് പറയുന്നത്. They are obtained from reciprocal of the intercept made by the plane of crystallographic axis. ഇത് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ VC ഇൻഡിസസ് കിട്ടുമല്ലോ, ആ VC ഇൻഡിസസിന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് അതിനെ ഇന്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് മില്ലർ ഇൻഡിസസ് കിട്ടുന്നത്. The fractions are cleared to get the smallest set of whole numbers. എപ്പോഴും അവിടെ നമുക്ക് whole numbers അല്ലെങ്കിൽ integers ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ ഇന്റിജേഴ്സിനെ നമ്മൾ HKL എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. A plane parallel to an axis has intercept of infinity. നമ്മൾ VC indices പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു ആക്സിസിന് പാരലൽ ആയിട്ടാണ് നമ്മുടെ പ്ലെയിൻ പോകുന്നതെങ്കിൽ ആ ആക്സിസിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് പോയിന്റ് അല്ലെങ്കിൽ ആ ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പൊ VC indices അവിടെ ഇൻഫിനിറ്റി ആണെങ്കിൽ നമ്മൾ ഇവിടെ പറഞ്ഞു മില്ലർ ഇൻഡിസസ് എന്തായിരിക്കും, അതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും. അപ്പൊ 1/infinity ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മില്ലർ ഇൻഡിസസ് വരിക. അപ്പൊ മില്ലർ ഇൻഡിസസ് ഓഫ് പാരലൽ എന്താണ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും 0 ആയിരിക്കും. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നോക്കി വെക്കണം. A plane parallel to axis has an intercept of infinity and Miller index 0 for that axis. ഇപ്പോ നമ്മൾ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യാം ABC. അപ്പോൾ ഈ ആക്സിസിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ പ്ലെയിൻ പാസ് ചെയ്യുന്നത് സിയിലൂടെ മാത്രമാണെങ്കിൽ എക്കും ബിക്കും പാരലൽ ആയിട്ടാണ് ഈ പ്ലെയിൻ പോകുന്നതെങ്കിൽ എയുടെയും ബിയുടെയും കറസ്പോണ്ടിങ് മില്ലർ ഇൻഡിസസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ ഇതിന്റെ കോർഡിനേറ്റ് അല്ലെങ്കിൽ ഇതിന്റെ മില്ലർ ഇൻഡിസസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും എങ്ങനെ വരിക, 0, സി എത്രയാണോ ഡിസ്റ്റൻസ്, ഇപ്പോൾ 1 ആണെങ്കിൽ 1, 0, എന്നുള്ള രീതിയിലാണ് ഇതിന്റെ മില്ലർ ഇൻഡിസസ് വരിക. ഇപ്പൊ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ പാരലൽ ടു an axis has Miller indices 0. ഓക്കെ, ദെൻ ക്രിസ്റ്റലോഗ്രാഫിക് പോയിന്റ് ഗ്രൂപ്പ്സ് ആണ്. ഇതും നമുക്ക് ജസ്റ്റ് കേട്ടിരുന്ന മാത്രം മതി. ഇതൊരു കൺസെപ്റ്റ് ഔട്ടർ ആയിട്ടുള്ള ജസ്റ്റ് ഒരു കൺസെപ്റ്റൽ ഐഡിയ മാത്രം വെച്ചാൽ മതി. Crystallographic point groups are set of symmetry elements that leave at least one point fixed. Crystal with the same combination of symmetry element belong to same crystal class. And there are 32 crystallographic point groups. അതുപോലെ 7 crystal systems ഇവിടെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് കേട്ടിരിക്കുക. 14 റിവൈസ് ലാറ്റിറ്റ്സ് ഉണ്ട്, 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് ഉണ്ട്, 32 പോയിന്റ് ഗ്രൂപ്പ്സ് ഉണ്ട്. ഇനി ഈ 7 ക്രിസ്റ്റൽ സിസ്റ്റം ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക്, ഹെക്സാഗണൽ, ട്രൈഗണൽ, മോണോക്ലിനിക്, ട്രൈക്ലിനിക്. ഇതിന്റെ എല്ലാം പ്രോപ്പർട്ടീസും നമുക്ക് ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് നോക്കി വെച്ചേക്കാം. ചോദിക്കാൻ സാധ്യത കുറവുള്ള ഒരു ഏരിയ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് പൊതുവെ ചോദിക്കാറില്ല. എന്നാലും ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു IIT JAM ലെവലിലേക്കൊക്കെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആക്സിസ് ഓഫ് റേഷ്യോസ് അല്ലെങ്കിൽ ആക്സിസ് ആംഗിൾസ് തന്നിട്ട് ഇത് ഏത് ക്രിസ്റ്റൽ സിസ്റ്റം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ കിട്ടാതായി പോരുത്. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ ഒരു ടേബിൾ ഒന്ന് നോക്കി വെച്ചേക്കാം. ജസ്റ്റ് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ക്യൂബിക് സിസ്റ്റം ആണെങ്കിൽ മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് സിമെട്രിക് ആയിട്ടുള്ള സിസ്റ്റം ആണ്. A = B = C ആണ്. ആൽഫ = ബീറ്റ = ഗാമ = 90 ഡിഗ്രി ആണ്. എക്സാമ്പിൾസ് വരുന്നത് NaCl, KCl, AU, AG ഇതൊക്കെ ക്യൂബിക് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. ഇനി ക്യൂബിക് സിസ്റ്റത്തിന്റെ 3 ടൈപ്പ് ഓഫ് റിവൈസ് ലാറ്റിസസ് എന്ന് പറയുന്നത് പ്രിമിറ്റീവ്, BCC, FCC. ഈ 3 എണ്ണം ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ക്രിസ്റ്റൽ സിസ്റ്റം ആണ് ഓർത്തോറോംബിക്. ഓർത്തോറോംബിക് എന്ന് പറയുമ്പോൾ ആംഗിൾസ് എല്ലാം എന്തായിരിക്കും, സെയിമും ആയിരിക്കും, 90 ആയിരിക്കും. ബട്ട് ആക്സിസ് ഓഫ് റൊട്ടേഷൻസ്, ആക്സിയൽ റേഷ്യോസ് എന്ന് പറയുന്നത് A ≠ B ≠ C. ആക്സിയൽ റേഷ്യോസ് ഒന്നും സെയിം ആയിരിക്കില്ല, പക്ഷെ ആംഗിൾസ് എല്ലാം 90ക്ക് ഈക്വൽ ആയിരിക്കും. ദെൻ അതിന് എക്സാമ്പിൾ ആണ് ബേരിയം സൾഫേറ്റ്, മഗ്നീഷ്യം സൾഫേറ്റ്, പൊട്ടാഷ്യം നൈട്രേറ്റ്. ഇതൊക്കെ ജസ്റ്റ് എക്സാമ്പിളും എന്താണോ ഇതിന്റെ ആക്സിയൽ റേഷ്യോസും ആക്സിയൽ ആംഗിൾസും ക്രിസ്റ്റൽ സിസ്റ്റം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കും. ദെൻ അടുത്ത സിസ്റ്റം ആണ് ടെട്രാഗണൽ സിസ്റ്റം. അവിടെ A = B ≠ C, ആൽഫ = ബീറ്റ = ഗാമ = 90 ഡിഗ്രി. ആംഗിൾ അവിടെ സെയിം ആണ്, 90 ഡിഗ്രിക്ക് ഈക്വൽ ആണ്. പക്ഷെ A = B, B ≠ C ആയിട്ടാണ് വരുന്നത്. എക്സാമ്പിള് ടിന്ന്, അതുപോലെ ടൈറ്റാനിയം ഡയോക്സൈഡ്, NiSO4. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ടെട്രാഗണൽ ക്രിസ്റ്റൽ സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്.
ദെൻ നെക്സ്റ്റ് വരുന്നത് മോണോക്ലിനിക് ആണ്. മോണോക്ലിനിക് എന്ന് പറയുന്ന സമയത്ത് ആക്സിയൽ റേഷ്യോസ് എല്ലാം അൺഈക്വൽ ആയിരിക്കും. ആൽഫ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും, പക്ഷെ ബീറ്റ മാത്രം 90 ഡിഗ്രി ആയിരിക്കില്ല. ഇതിന് എക്സാമ്പിൾ ആണ് ജിപ്സവും FeSO4ഉം. എക്സാമ്പിൾ നോക്കി വെക്കണം. ചിലപ്പോൾ എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് ക്രിസ്റ്റൽ സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ്ലി വന്നിട്ടുണ്ട് സിങ്ക് സൾഫൈഡ് വെച്ചിട്ട്. സോ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കണം. ദെൻ നെക്സ്റ്റ് വൺ ആണ് ട്രൈക്ലിനിക്. ട്രൈക്ലിനിക് ആണ് മോസ്റ്റ് അൺസിമെട്രിക് ആയിട്ടുള്ള ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. A നോട്ട് ഈക്വൽ ടു B നോട്ട് ഈക്വൽ ടു C, ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. ഇനി അതിന് എക്സാമ്പിൾ ആണ് K2Cr2O7, അതുപോലെ കോപ്പർ സൾഫേറ്റ്. ഇതൊക്കെ ട്രൈക്ലിനിക്കിന് എക്സാമ്പിൾ ആണ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഹെക്സാഗണൽ. ഹെക്സാഗണൽ A ഈക്വൽ ടു B നോട്ട് ഈക്വൽ ടു C, അവിടെ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി, ഗാമ ഈക്വൽ ടു 120 ഡിഗ്രി ആണ്. എക്സാമ്പിൾ ഗ്രാഫൈറ്റ്, സിങ്ക്, ക്വാഡ്സ് ഒക്കെ ഇവിടെ എക്സാമ്പിൾ ആണ്, ഒന്ന് നോക്കി വെച്ചേക്കണം. ദെൻ ലാസ്റ്റ് വൺ ആണ് റോംബോഹിഡ്രൽ അല്ലെങ്കിൽ ട്രയാഗണൽ എന്ന് പറയുന്നത്. അവിടെ ആക്സിയൽ റേഷ്യോസ് A ഈക്വൽ ടു B ഈക്വൽ ടു C ആയിരിക്കും. ആക്സിയൽ ആംഗിൾസ് എന്ന് പറയുന്നത് ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ആയിരിക്കും, പക്ഷെ അത് നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് ഐസ്, സോഡിയം നൈട്രേറ്റ്, SB. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? റോംബോഹിഡ്രൽ അല്ലെങ്കിൽ ട്രയാഗണലിന് എക്സാമ്പിൾ ആണ്. ഇത് നിങ്ങൾ കോഡ് വെച്ചിട്ടാണോ എങ്ങനെയാണെങ്കിലും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ആക്സിയൽ റേഷ്യോസും ആക്സിയൽ ആംഗിൾസും എക്സാമ്പിൾസും ക്രിസ്റ്റൽ സിസ്റ്റവും ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ. ദെൻ നമ്മൾ വരുന്നത് ബ്രവൈസ് ലാറ്റിസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെക്സ്റ്റ് സെഷൻ ആണ്. നമ്മൾ മില്ലർ ഇൻഡിസസ് പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്രവൈസ് ലാറ്റിസ് എന്ന് പറയുന്ന സെഷൻ. ബ്രവൈസ് ലാറ്റിസസ് ആർ ഡിസ്റ്റിങ്ക്ട് വേ ഓഫ് അറേഞ്ചിങ് ലാറ്റിസ് പോയിന്റ്സ് ഇൻ 3-dimensional സ്പേസ്. ഈ ലാറ്റിസ് പോയിന്റ്സിനെ 3-dimensional സ്പേസിൽ അറേഞ്ച് ചെയ്യാനുള്ള ഡിസ്റ്റിങ്ക്ട് വേസിനെയാണ് നമ്മൾ ബ്രവൈസ് ലാറ്റിസ് എന്ന് പറയുന്നത്. They describes the geometrical arrangement of points, not the atoms themselves. In 3D crystallography, there are 14 Bravais lattices. ഇനി ഈ 14 Bravais lattices 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 7 ക്രിസ്റ്റൽ സിസ്റ്റവും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം അത് നിങ്ങൾക്ക് CSIR ലെവലിൽ ആവശ്യമില്ല. ആ 7 ക്രിസ്റ്റൽസ് 14 Bravais latticeസും 7 ക്രിസ്റ്റൽ സിസ്റ്റവും ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് ഇവിടെ ക്യൂബിക്കിന്റെ കേസിൽ മാത്രമാണ് ആവശ്യമുള്ളത്. അപ്പൊ ക്യൂബിക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ദെൻ ടൈപ്സ് ഓഫ് ബ്രവൈസ് ലാറ്റിസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 എണ്ണം ഉണ്ട്. ഫസ്റ്റ് വൺ പ്രിമിറ്റീവ്. ലാറ്റിസ് പോയിന്റ്സ് ഒക്യുപ്പൈ അറ്റ് ദ കോർണേഴ്സ്. കോർണേഴ്സിൽ മാത്രം. ഇപ്പൊ നമ്മളൊരു ക്യൂബിക് സിസ്റ്റം ആണ് എടുക്കുന്നതെങ്കിൽ ഇതില് ലാറ്റിസ് പോയിന്റ് കോർണറിൽ മാത്രം വരുന്ന ടൈപ്പ് ആണെങ്കിൽ അതിനെ നമ്മൾ പ്രിമിറ്റീവ് എന്ന് പറയും. ഇനി ലാറ്റിസ് പോയിന്റ്സ് ബോഡിയിലും വരിക, അതായത് കോർണേഴ്സ് കൂടാണ്ട് ബോഡി സെന്ററിലും വരികയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ബോഡി സെന്റേർഡ് ബ്രവൈസ് ലാറ്റിസ് എന്ന് പറയും. ദെൻ ഈ ബോഡി സെന്ററിൽ അല്ലാണ്ട് ഫേസിലാണ് വരുന്നതെങ്കിൽ ടോട്ടൽ 6 ഫേസ് ഉണ്ടാവും. അപ്പൊ 6 ഫേസസിലും ആണ് വരുന്നതെങ്കിൽ കോർണേഴ്സ് പ്ലസ് ഫേസസ് ആണെങ്കിൽ അതിനെ നമ്മൾ ഫേസ് സെന്റേർഡ് എന്ന് പറയും. മെയിൻ ആയിട്ട് ക്യൂബിക് സിസ്റ്റത്തിൽ നമുക്ക് ഇത് 3 എണ്ണമാണ് പഠിക്കാനുള്ളത്. ക്യൂബിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ പ്രിമിറ്റീവ് അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിക് ഉണ്ട്, ബോഡി സെന്റേർഡ് ഉണ്ട്, ഫേസ് സെന്റേർഡ് ഉണ്ട്. FCC, BCC, SC, സിമ്പിൾ ക്യൂബിക്. ഈ 3 സിസ്റ്റമാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. നമ്മൾ അതിലേക്ക് വരും. ദെൻ ഒരു 4th ടൈപ്പ് ഓഫ് ബ്രവൈസ് ലാറ്റിസ് എന്ന് പറയുന്നത് ബേസ് സെന്റേർഡ് ആണ്. മോണോക്ലിനിക്കിനും റോംബോഹിഡ്രലിനുമാണ് ബേസ് സെന്റേർഡ് വരുന്നത്. അവിടെ കോർണേഴ്സിലും സെന്റർ ഓഫ് 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് ഫേസ്. അപ്പോൾ അതെങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ രീതിയിലാണ് ആ സ്ട്രക്ചർ വരിക. അപ്പൊ അതിന്റെ കോർണേഴ്സിൽ കൂടാണ്ട് ഒരു ഫേസിന്റെ സെന്റർ ഓപ്പോസിറ്റ്, അതായത് ഇങ്ങനെയും കൂടെ എന്തുണ്ടാവും? ഒരു പെയർ ഓഫ് ലാറ്റിസ് പോയിന്റ്സ് ഉണ്ടാവും. ആ ടൈപ്പാണ് ബേസ് സെന്റേർഡ് എന്ന് പറയുന്നത്. സോ ടോട്ടൽ 4 ബ്രവൈസ് ലാറ്റിസ് ടൈപ്സ് ആണുള്ളത്. ഇത് 7 സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്താണ് നമുക്ക് 14 ബ്രവൈസ് ലാറ്റിസ് വരുന്നത്. ഇനി നമ്മൾ സിമ്പിൾ ക്യൂബിക് ലാറ്റിസ്, അതായത് നമ്മൾ പറഞ്ഞിട്ടായിരുന്നു ക്യൂബിക് സിസ്റ്റത്തിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതിലെ ഫസ്റ്റ് വൺ ആണ് സിമ്പിൾ ക്യൂബിക് ലാറ്റിസ്. സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്റിസ് പോയിന്റ്സ് ആർ പ്രസന്റ് ഓൺലി അറ്റ് 8 കോർണേഴ്സ് ഓഫ് ദ ക്യൂബ്. നമ്മുടെ ക്യൂബിന്റെ 8 കോർണറിൽ മാത്രമാണ് ലാറ്റിസ് പോയിന്റ്സ് ഉണ്ടാവുന്നത്. ഈച്ച് കോർണർ ലാറ്റിസ് പോയിന്റ് ഈസ് ഷെയർഡ് ബൈ 8 യൂണിറ്റ് സെൽ.
കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് സെൽ 1/8 ആണ്. ടോട്ടൽ യൂണിറ്റ് സെല്ലിന് 1 ആയിരിക്കും. ഓൾസോ കോൾഡ് സിമ്പിൾ ക്യൂബിക് ലാറ്റിസ്. ഈ സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് അല്ലെങ്കിൽ പ്രിമിറ്റീവ് ക്യൂബിക് ലാറ്റിസ് എന്ന് പറയുന്നതിന് ടോട്ടൽ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റം പെർ സെൽ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ദെൻ ബോഡി സെന്റേർഡ്, നെക്സ്റ്റ് വൺ ആണ് ബോഡി സെന്റേർഡ്. നമ്മൾ പറഞ്ഞു പ്രിമിറ്റീവ് കൂടാണ്ട്, അതായത് എഡ്ജസ് കോർണേഴ്സ് കൂടാണ്ട് ബോഡി സെന്ററിലും ഒരു ലാറ്റിസ് പോയിന്റ് ഉണ്ടാവും. അപ്പൊ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എഡ്ജസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത 1 ആയിരിക്കും, പ്ലസ് ബോഡി സെന്ററിലുള്ള ഒരു 1 കൂടെ വന്നിട്ട് ടോട്ടൽ 2 ലാറ്റിസ് പോയിന്റ്സ് ആണ് പെർ യൂണിറ്റ് സെല്ല് വരുന്നത്. ഇതിനെ നമ്മൾ BCC എന്നാണ് വിളിക്കുന്നത്. അയൺ പോലെയുള്ള മെറ്റൽസിലൊക്കെയാണ് മെയിൻ ആയിട്ട് BCC ലാറ്റിസ് കാണുന്നത്. ദെൻ ലാസ്റ്റ് വൺ ആണ് ഫേസ് സെന്റേർഡ് ക്യൂബിക് ലാറ്റിസ്. ഇവിടെ കോർണേഴ്സ് കൂടാണ്ട് എല്ലാ ഫേസിന്റെയും സെൻട്രലും കൂടെ മോളിക്യൂൾസ് അല്ലെങ്കിൽ ലാറ്റിസ് പോയിന്റ്സ് ഉണ്ടാവും. അപ്പൊ കോർണർ എന്നുള്ള കോൺട്രിബ്യൂഷൻ 1 പ്ലസ് 1/2 ഓഫ് ടോട്ടൽ 6 കോർണേഴ്സ്. അപ്പോൾ 1 + 3 = 4 കോൺട്രിബ്യൂഷൻ ആയിരിക്കും. 4 ലാറ്റിസ് പോയിന്റ്സ് ആയിരിക്കും പെർ യൂണിറ്റ് സെല്ലിൽ ഉണ്ടാവുന്നത്. ഇതിന്റെ ഒരു ജസ്റ്റ് ഫിഗർ റെപ്രസെന്റേഷൻ ആണിത്. ക്യൂബിക് പ്രിമിറ്റീവ് എന്ന് പറയുമ്പോൾ കോർണേഴ്സ് മാത്രമാണ്. ഇനി ബോഡി സെന്റേർഡ് ആണെങ്കിൽ കോർണർ പ്ലസ് ബോഡി സെന്റർ. ഫേസ് സെന്റേർഡ് ആണെങ്കിൽ ഇവിടെയല്ല ഉണ്ടാവുക, ഇവിടെയും ഓരോന്നിന്റെയും ഫേസിന്റെ സെന്ററിലാണ് ഉണ്ടാവുന്നത്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ക്യൂബിക്കിൽ 4, ഫേസ് സെന്റേർഡിൽ 4, ബോഡി സെന്റേർഡിൽ 2, പ്രിമിറ്റീവിൽ 1. ഈ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ലും ഏത് ടൈപ്പ് ഓഫ് ബ്രവൈസ് ലാറ്റിസ് ആണ് നമ്മൾ അവിടെ വരുന്നത് എന്നുള്ളതും കൃത്യമായിട്ട് നോക്കി വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു ഫസ്റ്റ് സെഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാര്യമാണ് ഇവിടെ. ഒന്ന് ബ്രവൈസ് ലാറ്റിസും പിന്നൊന്ന് മില്ലർ ഇൻഡിസസും. ബാക്കിയൊക്കെ നിങ്ങൾ ജസ്റ്റ് കേട്ടിരുന്നാൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് ഔട്ടർ ആയിട്ട് വായിച്ചു പോവാം. ഈ 2 കാര്യം കൃത്യമായിട്ട് നോക്കുക. മില്ലർ ഇൻഡിസസ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള 2 മില്ലർ ഇൻഡിസസിന്റെ ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു പ്ലെയിൻ തന്നിട്ടുണ്ട്. ദ മില്ലർ ഇൻഡിസസ് ഓഫ് ദ പ്ലെയിൻ പാരലൽ ടു B axis ആൻഡ് intersecting the A and C axis as shown in the figure. ഇവിടെ ഫിഗറിൽ എയും സിയും തന്നിട്ടുണ്ട്. ഇത് സി ആണ്, ഇത് എ ആണ്. എയിലും സിയിലും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. B ആക്സിസിന് പാരലൽ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ മില്ലർ ഇൻഡിസസ് ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ മില്ലർ ഇൻഡിസസ് പറഞ്ഞപ്പോൾ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാരലൽ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മില്ലർ ഇൻഡിസസ് എപ്പോഴും 0 ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മുടെ പ്ലെയിൻ B ആക്സിസിന് പാരലൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ABC എന്ന് എഴുതുന്ന സമയത്ത് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ HKL ആണെങ്കിൽ നമുക്ക് കെക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മില്ലർ ഇൻഡിസസ് 0 ആയിരിക്കും. അപ്പൊ സെൻട്രൽ പോയിന്റ് 0 ആയിരിക്കും എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് എയും സിയും ആണ്. നമുക്ക് 2 പ്ലെയിൻ ആണ് ഇവിടെ തന്നത്. നോക്കിയാൽ കാണാം. ഫസ്റ്റ് പ്ലെയിൻ എന്ന് പറയുന്നത് ഏതൊക്കെ പോയിന്റിലാണ് ഇത് ഇന്റർസെക്ട് ചെയ്യുന്നത്. നമ്മൾ ഇതുപോലുള്ള ഒരു സിസ്റ്റം ആയിരിക്കും ചിലപ്പോൾ തരുക. വാല്യൂസ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ ഒരു ഒറിജിൻ ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പൊ ഇതാണ് 0 0. നമ്മൾ ഒറിജിൻ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ 1 എന്ന് വിളിക്കും, ഇതിനെ നമ്മൾ 2 എന്ന് വിളിക്കും. നമ്മൾ മുകളിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇതും 1 എന്ന് വിളിക്കും, ഇതിനെ 2 എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ 2 ആണ്. അപ്പോ ഇതിന്റെ വീസ് ഇൻഡിസസ് ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. വീസ് ഇൻഡിസസ് എഴുതുന്ന സമയത്ത് 2 ആണ് എക്ക് കറസ്പോണ്ടിങ്. ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വീസ് ഇൻഡിസസ് ഇൻഫിനിറ്റി ആണ്, ടച്ച് ചെയ്യുന്നില്ല. ഇനി സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇതും എത്ര തന്നെയാണ്? 2 തന്നെയാണ്. അപ്പൊ 2 ഇൻഫിനിറ്റി 2 ആണ് നമ്മുടെ വീസ് ഇൻഡിസസ് വരുന്നത്. ഇനി നമ്മൾ മില്ലർ ഇൻഡിസസ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു? ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പൊ റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് മില്ലർ ഇൻഡിസസ് എന്ത് വരും? 1/2, 1/∞, 1/2 എന്ന് വരും. അതായത് 1/∞ 0 ആണെന്ന് എഴുതി കഴിഞ്ഞാൽ 1/2, 0, 1/2 എന്ന് എഴുതാൻ പറ്റും. ഇതിന് നമ്മൾ ഹോൾ നമ്പറിലേക്ക് അല്ലെങ്കിൽ ഇൻഡിജേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനെ നമുക്ക് 1 0 1 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി?
ഫസ്റ്റ് പ്ലെയിനിന്റെ മില്ലർ ഇൻഡിസസ് കിട്ടി. നമ്മൾ നേരെ ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ 101 വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് അപ്പൊ തന്നെ അതിന്റെ ആൻസർ ചെയ്യാൻ പറ്റും. സെക്കൻഡ് പ്ലെയിൻ കാണേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് 101 വരുന്ന വേറൊരു പ്ലെയിൻ കൂടെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ സെക്കൻഡും ഈ സെയിം കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം. ഇവിടെ നമ്മൾ ഒറിജിൻ ആയിട്ട് എടുക്കുക ഏത് 0 0, ദെൻ 1 2 3. 3 ആണ് നമ്മുടെ പോയിന്റ് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. നമ്മൾ ബാക്കി എഴുതിയിട്ടില്ല. ഇത് എവിടെ ടച്ച് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ 1 വേരിയേഷൻ വരുന്ന സമയത്ത്, അതായത് 3 2ലേക്ക് വന്നപ്പോ നമ്മുടെ ആക്സിസ് എത്ര പോയി? നമ്മുടെ ആക്സിസ് എ ആക്സിസ് 2 പോയിന്റ് പോയി. അപ്പോ 2 1ലേക്ക് വന്നപ്പോ ഇത് എത്ര പോയി? 4 പോയി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 3 വരികയാണെങ്കിൽ ഇവിടെ എത്രയിലേക്ക് പോകും? ഇതൊരു 6ലായിരിക്കും ജോയിന്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇത് 3 ആണെങ്കിൽ അവിടെ എന്താണ്? 6 ആണ് വരുന്നത്. അപ്പൊ എയുടെ പോയിന്റ് നമുക്ക് എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. ബി ഇൻഫിനിറ്റിയിലാണ് മീറ്റ് ചെയ്യുന്നത്. സോ ബിയുടെ വീസ് ഇൻഡിസസ് 6 ആണ്. ദെൻ സിയുടെ വീസ് ഇൻഡിസസ് എന്ന് പറയുന്നത് 3 ആണ്. ഇനി ഇതിന്റെ മില്ലർ ഇൻഡിസസ് കാണാൻ നമ്മൾ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് 1/6, 1/∞, 1/3. ഇതിനെ നമ്മൾ എഴുതുന്ന സമയത്ത് 1/6 0, 1/3 എന്ന് കിട്ടും. ഇനി നമ്മൾ ഇതിനെ ഹോൾ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക? 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 1,0,2 അല്ലെങ്കിൽ 102 എന്ന് കിട്ടും. അപ്പോൾ 102 ആണ് ഇതിന്റെ സെക്കൻഡ് ഓപ്ഷൻ. സോ നമ്മുടെ ആൻസർ കറക്റ്റ് ആണെന്നുള്ളത് കിട്ടും. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ രീതിയിലാണ് നമ്മൾ ഇത്രയും നേരം എടുത്ത ഒരു സെഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത്. സോ ആ ഒരു രീതിയിൽ തന്നെ പഠിച്ചിട്ട് പോവാം. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണ്. മില്ലർ ഇൻഡിസസ് ഓഫ് ദ പ്ലെയിൻ ഈസ് ഷോൺ ഇൻ ദ ഫിഗർ പാരലൽ ടു സി ആക്സിസ്. ഇവിടെ പറഞ്ഞ എന്താണ്? സി ആക്സിസിന് പാരലൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മില്ലർ ഇൻഡിസസ് എന്താണെന്ന് എഴുതാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ സി ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഫിഗർ. അപ്പൊ സി ആക്സിസിന്റെ മില്ലർ ഇൻഡിസസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതാണ് നമ്മുടെ കൺസെപ്റ്റിൽ വരുന്നത്. ഇനി ഫിഗർ നോക്കിയാൽ ഇതാണ് എ, ഇതാണ് ബി. അപ്പൊ എയില് നമ്മൾ വാല്യൂ ഏതാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഇതിന്റെ ഒറിജിൻ 0 0 ആയിട്ട് എടുക്കാം. അപ്പൊ ഒറിജിൻ 0 0 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് 1 ആണ്, 2 ആണ്, 3 ആണ്, 4 ആണ്. അപ്പൊ എനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് 4 ആയിട്ട് കിട്ടി. ബിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന പോയിന്റ് 1 2 ആണ്. ബിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന പോയിന്റ് 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വീസ് ഇൻഡിസസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 4,2,∞ ആയിരിക്കും. 4,2,∞ ആയിരിക്കും ഇതിന്റെ വീസ് ഇൻഡിസസ് വരുന്നത്. ഇനി കറസ്പോണ്ടിങ് റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിൽ 1/4, 1/2, 1/∞ ഈക്വൽ ടു 1/4, 1/2, 0 എന്ന് കിട്ടും. ഇനി ഇതിനെ ഹോൾ നമ്പർ ആക്കുന്ന സമയത്ത് 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 1, 2, 0 അല്ലെങ്കിൽ 120 എന്ന് കിട്ടും. HK എഴുതുന്ന സമയത്ത് 120. സെക്കൻഡ് ഓപ്ഷൻ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ മില്ലർ ഇൻഡിസസിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് സെഷനിൽ, ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് നോക്കുകയാണെങ്കിൽ, മില്ലർ ഇൻഡിസസ് പഠിച്ചിട്ടുണ്ട്, വീസ് ഇൻഡിസസ് പഠിച്ചിട്ടുണ്ട്, അതുപോലെ 7 ക്രിസ്റ്റൽ സിസ്റ്റവും 14 ബ്രവൈസ് ലാറ്റിസസും 32 സിസ്റ്റം ടോട്ടലും പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 7 ക്രിസ്റ്റൽ സിസ്റ്റം എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ബാക്കി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് അതേ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾക്ക് ഈ സോൾഡ് സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബ്രവൈസ് ലാറ്റിസസിന്റെ കാര്യങ്ങൾ, അതുപോലെ ലാറ്റിസ് പ്ലെയിൻസ് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആണ്.
അപ്പോൾ ലാറ്റിസ് പ്ലെയിൻസ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്താൽ തീരുള്ളൂ. അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ലാറ്റിസ് പ്ലെയിൻസും ബ്രവൈസ് ലാറ്റിസിന്റെ ബാക്കി പ്രോബ്ലം കാര്യങ്ങളും ഒക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സ്പീഡ് ആക്ച്വലി ഇത് ബേസ് ക്ലാസ് ആയതുകൊണ്ടാണ് കുറച്ച് സ്പീഡ് പോയത്. ഞാൻ പറഞ്ഞ പോലെ ഈ കൺസെപ്റ്റിനകത്ത് നിങ്ങൾക്ക് CSIR നെറ്റ് ലെവലിൽ 2 പോയിന്റ്സ് മാത്രമേ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ആ മില്ലർ ഇൻഡിസസ് ആണെങ്കിലും അതുപോലെ ആ ബാക്കി ബ്രവൈസ് സിസ്റ്റം ആണെങ്കിലും അത് മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന സമയത്ത് കുറച്ചുകൂടെ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇതിപ്പോ നമുക്ക് ബേസിക് പറയാതെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാനും പറ്റൂല. പക്ഷെ ഇതൊന്നും നിങ്ങൾക്ക് എക്സാമിന് കൃത്യമായിട്ട് ആവശ്യമില്ല എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. നമ്മളൊരു കഴിഞ്ഞ 6-7 ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ആ 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ നിന്നോ അല്ലെങ്കിൽ എന്താ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന ആ ഒരു സിസ്റ്റത്തിൽ നിന്നോ ഒരു ക്വസ്റ്റ്യനും കാണാൻ പറ്റൂല. വരുന്ന ക്വസ്റ്റ്യൻ എല്ലാം ഒരു സെയിം റിപ്പീറ്റീവ് പാറ്റേണിലുള്ളതാണ്. അപ്പൊ നമ്മൾ വെറുതെ ആ ഒരു ഏരിയയിൽ ഒരുപാട് സമയം സ്ട്രെസ് ചെയ്ത് കളയണ്ട എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ സ്പീഡിൽ ആ ഒരു സെഷൻ എടുത്തിട്ട് പോയത്. നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഇതൊരു 3 സെഷനിൽ നമുക്ക് സോൾവ് ചെയ്തിട്ട് തീരും. അത്രേ ആവശ്യമുള്ളൂ. ഒരു നെറ്റ് ലെവലിൽ അത്രയും നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഓടിച്ചിട്ട് പോയത്. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് കുറച്ചുകൂടെ സ്ലോ ആയിട്ട് എടുക്കാം. നെക്സ്റ്റ് വരുന്നത് കുറച്ച് പ്രോബ്ലം ടൈപ്പ് സെക്ഷൻസ് ആണ്. ഇത് കുറച്ച് കൺസെപ്റ്റ് ആയതുകൊണ്ടാണ് ഓടിച്ചു പോയത്. വേറെ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.